ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെഡ് വകയെ കുറിച്ചാണ് ഗൈസ്. അപ്പോൾ ഇതൊരു സീറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ഇന്റീരിയർ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മോഡലാണ്. ക്യാബിൻ വരെയുള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉള്ളത്. അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ലൈറ്റുകൾ, പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഗൈസ്. അതേപോലെ തന്നെ ലൈറ്റുകൾ നിങ്ങൾക്ക് കാണാം, ഞാൻ എൻ്റെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം 12 വോൾട്ട് അഡാപ്റ്റർ ഞാൻ വയർ വലിച്ചിട്ടേക്കാണ് ഗൈസ് ഇങ്ങോട്ട്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ഹെഡ്ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബാക്കിലോട്ട് ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ, ഇങ്ങനെ ലൈറ്റുകൾ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി മെയിനായിട്ട് വൈറ്റ് തീമിലാണ് വരുന്നത്. ഫ്രണ്ടിൽ ചെറിയ സ്റ്റിക്കറിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ഗ്രീൻ വൈറ്റ് തീം കോംബോ അതുപോലെ സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ലിപ്പിൻ്റെ അടിയിലായാലും നമ്മളൊരു ഗ്രീൻ കളർ നൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലും ചെറിയൊരു ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്രയും എഫക്റ്റീവ് അല്ലെങ്കിലും നമ്മളൊരു നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നൈസായിട്ട് കാണാൻ പറ്റും. ഡോറുകളും കാര്യങ്ങളെല്ലാം ഓപ്പണബിളാണ്. ഡോറ് ചെറിയൊരു കംപ്ലൈൻ്റ് ആയി. ഡോറുകളും കാര്യങ്ങളും ഓപ്പണബിളാണ്. പിന്നെ ആ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഗ്രാഫിക്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലുള്ള ഓപ്പണിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. യെസ്. പിന്നെ ക്യാബിൻ അധികം ഡീറ്റെയിൽ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ നോക്കുമ്പോൾ കാണാം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ മിററുകൾ രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട്. അവൻ്റെ നെയിമാണ് ഇത് എഡിഷൻ നെയിം. പിന്നെ പറഞ്ഞാൽ സ്കേർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വീൽസ് എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്ന വീൽസാണ് ഗൈസ്. പിന്നെ പറഞ്ഞാൽ സൈഡ് ഫുള്ള് കൂളിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ റെഡ് ഗാർഡോ, നമ്മളൊരു എമർജൻസിയാ എന്താ ഒരു ബോഡി കോഡ് പ്രകാരമുള്ള ഇവിടെ സ്റ്റീൽ കമ്പികൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പുകൾ കാര്യങ്ങളെല്ലാം ഡമ്മിയാണ്. ഈ ലൈറ്റുകളെല്ലാം ഡമ്മിയാണ്. ഇത് ജസ്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഗ്ലാസ് കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കുവാണ്. ലൈറ്റുകളെല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ബാഗിലേക്ക് വരുമ്പോൾ സൈഡിലെല്ലാം പാർക്ക് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം, ഡിക്കികളെല്ലാം ഡമ്മിയാണ്, ഓപ്പൺ മോഡല്ല. ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് എയർ വിൻഡോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറേ പൊടിയായിട്ടിരിക്കുകയാണ് വണ്ടി. വൈറ്റ് ആയതുകൊണ്ടൊന്നുകൊണ്ടൊന്ന് പെട്ടെന്ന് അഴുക്കാവും. ബാക്കിലേക്ക് വരുമ്പോൾ ഡിക്കി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡിക്കിയിലാണ് ഫുൾ കണക്ഷൻസ് വരുന്നത്. ഇപ്പം നമ്മൾ ബാറ്ററികളൊന്നും കൊടുത്തിട്ടില്ല, അതിൻ്റെ പ്ലഗ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് നമ്മൾ ഒരു അഡാപ്റ്റർ ത്രൂ കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതേപോലെ നമ്മൾ ബാക്കിലൊരു ഗേളിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ഫിഗർ. പിന്നെ ഇവിടെ എഡിഷൻ നെയിം കാര്യങ്ങൾ, ലാഡർ, പിന്നെ ഉണ്ടോ ഇവിടെ ലൈറ്റുകൾ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കിന് വേണ്ടിയുടെ സംഭവങ്ങൾ. വീലിലെല്ലാം നമ്മൾ റിമ്മിലെല്ലാം നമ്മൾ സിൽവർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, മെറ്റാലിക് സിൽവർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇവൻ്റെ അടിഭാഗം കാണുമ്പം കണ്ടാൽ മനസ്സിലാകത്തില്ല റിംഗൈസ്. അപ്പോൾ നമ്മളിവിടെ വീലിൻ്റെ ബാക്കിലോട്ട് മഡ് ഫ്ലാപ്പ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ വയറിങ് എല്ലാം നമ്മൾ അടിയിലൂടെയാണ് എല്ലാം പോയിരിക്കുന്നത്. നമ്മളെല്ലാം അടി ഇതുവരെയാണ് പോയിരിക്കുന്നത്. പിന്നെ അടി ഫുള്ള് നമ്മളായിട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. അടിയിലാരും ശ്രദ്ധിക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വിട്ടേ ഉള്ളൂ. പിന്നെ ഗൈസ്, ഈ വണ്ടി 9 വോൾട്ട് ബാറ്ററിയിലും വർക്കിംഗ് ആണ്. അതേപോലെ 12 വോൾട്ട് കൊടുത്താലും വർക്കിംഗ് ആണ്. റെസിസ്റ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 12 വോൾട്ട് കൊടുത്താലും സംഭവം വർക്കിംഗ് ആണ്. കുഴപ്പമോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഗൈസ്, പിന്നീട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയിക്കും ഇത് വേഗ ഫ്രണ്ടാണ്. ഇതിൻ്റെ നമ്മൾ വൈപ്പർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇതൊരു വേറൊരു വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതിനകത്തോട്ട് ഊരി മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നെറ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഈ ഉള്ളിൽ വരുന്ന നെറ്റുകൾ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഡീറ്റെയിൽ മോഡലാണ്, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു മോഡലാണ് ഗൈസ്. ഇത് പ്ലെയിൻ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലുക്ക് ഒക്കെയാണ് ഇതിൻ്റെ. മുന്നോട്ട് നമ്മൾ ബ്ലാക്കാണ് ചെയ്തിരിക്കുന്നത്, കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് ബ്ലാക്ക് മുന്നോട്ട് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇവിടെ ചെറിയൊരു ഡമ്മി ഡിക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഡമ്മി ഡോറ്, നമ്മുടെ എമർജൻസിയുടെ സ്റ്റെപ്പ് കാര്യങ്ങൾ, അതേപോലെ ഈ സൈഡിലും നമ്മൾ പാർക്ക് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആ ഒരു
മെറ്റൽ ഇത് കൊടുത്തിട്ടുണ്ട്, പൈപ്പ്. പിന്നെന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ ഏകദേശം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കാണും. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ വീൽ കപ്പ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ചിലപ്പോൾ വെക്കും, അതൊരു ഇതിൽ നിൽക്കുക, ഡൗട്ടിൽ നിൽക്കുക, ചിലപ്പോൾ വെക്കുമായിരിക്കും.